മേരി കുമാര ഭുവനേശ്വര വന്ദനം വന്ദനം സർവേശ്വര. 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 കാൽവരിനാഥ ദീനദയാലു ശരണം ശരണം തൃപ്പാദം. 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 മേരി കുമാര ഭുവനേശ്വര വന്ദനം വന്ദനം സർവേശ്വര. 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 കാൽവരിനാഥ ദീനദയാലു ശരണം ശരണം തൃപ്പാദം. ഹരിനാഥ ദീനദയാലു ശരണം ശരണം തൃപ്പാദം. കാൽവരിനാഥ 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 ദീനദയാലു ശരണം ശരണം തൃപ്പാദം. മേരി കുമാര ഭുവനേശ്വര. മേരി കുമാര ഭുവനേശ്വര. മേരി കുമാര ഭുവനേശ്വര. ഷാലോം ടി വിയുടെ ഈ പുതിയ എപ്പിസോഡിൽ ഹെവൻലി മെലോഡീസ് സീസൺ 2 നമ്മോടൊപ്പം ആയിരിക്കുന്നത് പ്രിയപ്പെട്ട ജോസഫ് തട്ടാരശ്ശേരി അച്ഛൻ, വരാപ്പുഴ അതിരൂപതയുടെ ഭാവഗായകനായിട്ടുള്ള പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. എന്ത് സുന്ദരമായിരുന്നു അച്ഛാ. ഇപ്പോൾ ഇത് ഏത് രാഗമായിരുന്നു അച്ഛാ? ഇത് സിന്ധുബായി രവി രാഗം. മുരളി അതൊക്കെ ഉള്ള ഒത്തിരി അച്ഛൻ തന്നെ ചിട്ടപ്പെടുത്തി
അച്ഛൻ സംഗീതം നൽകിയ ഒരു ഭജനാണ്. പക്ഷെ ഇറങ്ങിയിട്ടില്ല അല്ലേ? ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാൻ പോകുന്ന അല്ലേ? നമുക്കതൊരു ശാലം ടീക്ക് ഒരു ഭാഗ്യം അല്ലേ? അച്ഛൻ്റെ ഒരു പുതിയ പാട്ട് നമുക്ക് എല്ലാവർക്കും ഭാഗ്യമായിട്ടിരിക്കുന്നു ഒരു. അച്ഛൻ ഞാൻ വേറെ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അച്ഛൻ CSയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഒത്തിരി സംഗീതം. അച്ഛൻ്റെ കീഴിൽ ആരെങ്കിലും സംഗീതം അഭ്യസിക്കുന്നുണ്ട്? കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എവിടെ, എങ്ങനെ? പള്ളിയിൽ, ആയിരിക്കുന്ന പള്ളിയിൽ. പിന്നെ പ്രൈവറ്റായിട്ട് ചോദിച്ചു വരുന്നവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കും. പതിവായിട്ട് ഇങ്ങനെ ട്രെയിനിങ് സമയം കിട്ടില്ല. ഇല്ല. ഇപ്പോഴത്തെ പള്ളി കാക്കനാട് സെയിൻറ്റ് മൈക്കിൾസ്. കൊയറൊക്കെ എക്സലൻറ്റ് കൊയറാണ്. ഇങ്ങനെ ഈ ഗാനമേടക്കൊക്കെ പാടിയിട്ടുണ്ടോ? ഇടക്ക് പോവാം അല്ലേ? ഏത് പാട്ടാണ് ആ സമയത്ത്? തുടക്കത്തെ ഒരു ഇൻട്രഡക്ഷൻ സോങ് ഇടയകന്യക പാടുന്നു. യേശുദാസ് ദാസേട്ടൻ പാടുന്ന പാട്ട്, ഗാനമേളയ്ക്ക് പാടുന്ന പാട്ടതല്ലേ? രണ്ടൊരു പാടിയല്ലോ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാ ജീവിതവേദിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിതവേദിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിതവേദിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ. ദാസേട്ടനൊക്കെ ഗാനമേളയ്ക്ക് ഈ ഒരു പാട്ട് പാടിയേ തുടങ്ങുള്ളൂ അല്ലേ? എന്നും അങ്ങനെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഈ പാട്ട്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട പാട്ടുകൾ ഒന്നും കൂടെ, ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊന്ന്. അതെ അതെ. അച്ഛാ, വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ പിന്നെ അധികം ഒന്നും പറഞ്ഞില്ല. 10 മക്കളാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. 10 മക്കളെ 26 പേരക്കിടാങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടുമ്പോൾ തന്നെ തട്ടാരശ്ശേരി കുടുംബ സമ്മേളനം നല്ല ഒരു ഗ്യാതറിംഗ് ആണ്. എല്ലാ വർഷമൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ടോ ഫാമിലി? അങ്ങനെ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവസ്വം പാടത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ കപ്പേളയുണ്ട്. അവിടുത്തെ പെരുന്നാളിന് ഞങ്ങൾ ഗാനമേള നടത്തും. എല്ലാവരും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. എല്ലാ വീട്ടുകാരും. അവിടെ ഹിന്ദുസ് കൂടുതലുള്ള സ്ഥലമാണ്. ക്രിസ്ത്യൻസ് 25 വീട്ടുകാരാണുള്ളത്. അതിൽ 13 വീട്ടുകാർ തട്ടാരശ്ശേരിയാണ്. ഗാനമേളക്ക് പാട്ടുകാർ നിങ്ങൾ തന്നെ? പാട്ടുകാർ ഞങ്ങളൊക്കെ. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇടവന്ന് വിട്ടിരും. ബാക്കി പാട്ടുകാർ. അപ്പോൾ എല്ലാവരും ഡാൻസ് ചെയ്യും. നല്ല രസമാണത്. അപ്പോൾ പണ്ട് ഇടയ്ക്കുള്ള വിശേഷങ്ങൾ, പണ്ട് കച്ചി കളിക്കുമ്പോഴൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അവരെ പറ്റിക്കുന്നതും കൊതിയെടുക്കുന്നതും ആ കാര്യങ്ങളെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നാട്ടിൻപുറത്ത് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു സ്വർഗീയ അനുഭവമാണ്. നമ്മുടെ പാടത്തെ ദേവസ്വം പാടം എന്ന് പറയുന്ന അവിടെ ഒരു കപ്പേള. എൻ്റെ അപ്പൻ കൈക്കാരനായിരുന്നു. അപ്പം കൈക്കാരനായിരിക്കുന്ന സമയത്താണ് ആ കപ്പേള പണിതത്. ഫാദർ പോൾ ഡെൻസിൽ ലൂയിസ് ഞങ്ങളുടെ വികാരിയായിരിക്കുന്ന സമയത്ത്. അത് മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോലാണ് ആ മാർപ്പാപ്പ നമ്മുടെ ഭാരതം കേരളം സന്ദർശിച്ചതിൻ്റെ സ്മാരകമായിട്ടാണ് 1986 അത് പണിതത്. ആർച്ച് ബിഷപ്പ് ജോസഫ് കേളന്തറയാണ് അത് വെഞ്ചരിച്ചത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു. ആ അച്ഛനാണ് ഞങ്ങൾക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള അച്ഛൻ. അച്ഛന് കൊന്ത നമസ്കാരം 1975 കാലഘട്ടങ്ങളിൽ കുടുംബ യൂണിറ്റുകൾ തുടങ്ങുന്ന കൊന്ത നമസ്കാരത്തോടനുബന്ധിച്ച് ഒക്ടോബർ മാസങ്ങളിലാണ് കുടുംബ യൂണിറ്റുകളൊക്കെ നടന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആ ഗ്യാതറിങ്. അപ്പോൾ ആ വികാരിച്ചൻ നേരത്തെ വന്ന് ഞങ്ങളെ കുട്ടികളെല്ലാം കൂട്ടി പാട്ട് പഠിപ്പിക്കുമായിരുന്നു. കർത്താവിൻ മാലാക മാമറിയത്തോട് മംഗളവാർത്ത ചൊല്ലി എന്നുള്ള പാട്ട്. കർത്താവിൻ്റെ മാലാക പാട്ടായിട്ട് ഡാൻസ്. കർത്താവിൻ മാലാക മാമറിയത്തോട് മംഗളവാർത്ത ചൊല്ലി. ഓരോ രഹസ്യങ്ങൾ. നാട്ടുമ്പുറമാണ് അത് കുട്ടികളുടെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊന്തയില്ലെന്ന. അതെ അതെ. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ട് കൊന്തയില്ലും നല്ല ഒരുമിച്ച് കൂട്ടായ്മയിൽ. അച്ഛനൊരു വൈദികനാകണമെന്നൊരാഗ്രഹം എന്ന് മുതലൊക്കെയാന്ന് ഓർക്കും. എനിക്ക് ചെറുപ്പം മുതലേ വൈദികരുടെ, അതായത് ഡെൻസിലച്ഛൻ്റെ ഒരു സ്നേഹവും
കരുതലും, ഒരു വികാരിയച്ഛൻ്റെ സ്നേഹവും കരുതലും, ആ അച്ഛൻ്റെ പാട്ടിലുള്ള താല്പര്യങ്ങളും, പാട്ടുകാരെ വളർത്താനുള്ള താല്പര്യങ്ങളും, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരോടുള്ള കാരുണ്യവും സ്നേഹവും ഒക്കെ എന്നെ വളരെയധികം വലിയ ഇപ്പം അച്ഛൻ സ്വർഗത്തിലാണ്, അച്ഛൻ ഇവിടെയില്ല. ആ അച്ഛൻ്റെ വിശുദ്ധമായിട്ടുള്ള ജീവിതമാണ് എന്നെ വൈദികനാക്കാനായിട്ട് കൂടുതൽ പ്രചോദനം തന്നത്. അച്ഛൻ്റെ ഇപ്പോൾ ഡെൻസച്ചന് ഓർമ്മ വരുമ്പോൾ അന്ന് ഒത്തിരി പാട്ടുകളൊക്കെ പഠിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനൊരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ സ്വർഗത്തിലിരിക്കുന്ന ഡെൻസച്ചന് വേണ്ടി ഏത് പാട്ടാണ് മനസ്സിൽ വരുന്നത്? കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണ ധാരകളാ എന്നെ കഴുകണേ നാഥാ നീ, കരുണ നിറഞ്ഞ പിതാവേ നീ. പാപക്കറകൾ എല്ലാം നീ നന്നായി കഴുകി കളയണമേ, താകാമാമക പാപങ്ങൾ ഓരമെന്നും നിൻ കൺമുന്നിൽ നിന്നോടാണീ ദ്രോഹങ്ങൾ സർവം ചെയ്തതു സർവേശ, തെറ്റും കുറ്റവും എല്ലാം ഞാൻ ചെയ്തതു നിന്നോട് തിരുമുൻപിൽ, കരുണ നിറഞ്ഞ പിതാവേ നീ ചൊരിയണേ നിന്നോടെ കാരുണ്യം, നിന്നുടെ കരുണ താരകളാ എന്നെ കഴുകണേ നാഥാ നീ, കരുണ നിറഞ്ഞ പിതാവേ നീ. അച്ഛൻ പഠിപ്പിച്ച ആ സുന്ദരമായ പാട്ടിൻ്റെ എല്ലാ ഫീലും ഉൾക്കൊണ്ടാണ് അച്ഛൻ പാടിയത്. ഒരു പാട്ടും കൂടി ഒന്ന് പാടാൻ വെച്ചാൽ ആ ഒരു പഴയ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ ഒരു പാട്ടും കൂടി. അഭിമന്യ കോർണേലിയൂസ് ഇലഞ്ഞിക്കൽ മെത്രാപ്പൊലീത്ത എഴുതി ജോവാൻ ജോർജ് ട്യൂൺ ചെയ്ത അലിയാമ്പൽ ജോബ് സാർ. അതെ അലിയാമ്പൽ ജോബ് സാർ. സർവേശൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ, ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമൻ മാനസം നീ നിറയ്ക്കൂ, യേശുവേ സർവേശൂനുവേ വിശ്വപ്രകാശമേ നീ നയിക്കൂ, ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. നീർച്ചാലുകൾ തേടി വരും മാൻപേട പോ ഞാൻ വരുന്നു, നീർച്ചാലുകൾ തേടി വരും മാൻപേട പോ ഞാൻ വരുന്നു, സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു, സ്നേഹമേ വറ്റാത്ത സ്നേഹമേ തീരാത്ത ദാഹമായി ഞാൻ വരുന്നു. യേശുവേ സർവേശൂനുവേ
വിശ്വപ്രകാശമേ നീ നയിക്കൂ. ക്രിസ്തുവേ വേദാന്ത കാതലേ ശൂന്യമെൻ മാനസം നീ നിറയ്ക്കൂ. സുന്ദരം, പറയാനില്ല. നമുക്ക് ഞാനിത് എനിക്ക് പഴയ പാട്ടുകൾ നമ്മൾ പള്ളിയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുനാളിലൊക്കെ കേൾക്കുന്ന പാട്ടുകൾ ഇതൊക്കെ ഒത്തിരി വീണ്ടും നമുക്ക് ആ ഒരു ഫീലിലേക്ക് വരാനാണ്. ശരിക്കും പറയുന്നത് ഇപ്പോഴത്തെ അച്ഛന് ഒന്ന് വിലയിരുത്തുമ്പോൾ ഇപ്പോഴും നല്ല നല്ല ഗാനങ്ങൾ വരുന്നുണ്ട് അല്ലേ, പക്ഷെ നമുക്കത് എവർഗ്രീൻ എന്ന രീതിയിൽ അങ്ങോട്ട് പോകുന്നില്ല അല്ലേ. അച്ഛൻ വിലയിരുത്തുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട്? പഴയ പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവല്ലേ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഭക്തിഗാനമാകട്ടെ സിനിമാ ഗാനമാകട്ടെ ആ 80-കളിലുള്ള കുറേ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. അത് ഭക്തിഗാനമായാലും ശരി. ഈ ഇടയ്ക്ക് ഞാൻ 58 വർഷം പഴക്കമുള്ള ഒരു പാട്ട് കേട്ടു. അതൊരു പെരുന്നാളിൽ. ഏത് പാട്ടാ? ദേവാലയത്തിൻ ദേവസന്നിധിയിൽ ദീപനാളം തിളങ്ങി പൂക്കളുരുക്കിയ പൂജാതലത്തിൽ പൂജിത ഗാനം മുഴങ്ങി. പഴയ പാട്ട് അത് റെക്കോർഡായിട്ട് കൊയറിലായിരിക്കും പാടുന്നില്ല. അല്ല, എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ഞാൻ കേൾക്കുന്ന ഈ ഇടയ്ക്ക് ഇത് കേട്ടു. നമ്മുടെ വരാപ്പുഴ അതിരൂപതയിലൊരു പാട്ടുപെട്ടി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒത്തിരി സംഭാവനകൾ നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വരാപ്പുഴ അതിരൂപതയിൽ കൊച്ചന്മാര് ഈ പഴയ പാട്ടുകൾ വീണ്ടും ഒന്ന് ഭംഗിയാക്കുന്നതായിട്ടൊക്കെ കുറെ ഒത്തിരി കഴിവുള്ള ഒത്തിരി അച്ഛന്മാരുടെ അകത്തല്ലേ. ടിങ്കോച്ചനും കുറെ പേരൊക്കെ ഞാനിങ്ങനെ അവിടെ വരുമ്പോഴൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. വിനോദം എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒരു ഒഴിവ് കാല സമയങ്ങള് സംഗീതം മാത്രമാണ് അല്ല? ആ സമയം പ്രധാനമായിട്ട് പുതിയ രാഗങ്ങൾ പഠിക്കുക, അതിന്റെ പ്രയോഗങ്ങൾ പഠിക്കുക. ഇപ്പോഴും അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദുസ്ഥാനി ഒഫീഷ്യലായിട്ട് ഇങ്ങനെ പഠിക്കാൻ പോയിട്ടുണ്ട്? ഇല്ല. നമുക്ക് യൂട്യൂബിൽ കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിന്റെ ഓരോ രാഗങ്ങളുടെയും ഓരോ പ്രത്യേകതകളാണ്. വണ്ടർഫുൾ. നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഒരു ഭജനം കൂടി നമുക്ക് ഈ എപ്പിസോഡ് അല്ലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതും തുടങ്ങിയതും ഒരു രസമായിരുന്നു. നല്ല രസമാണ്. നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയാലോ അല്ലേ? പ്രിയപ്പെട്ട ജോസഫ് തട്ടാരശ്ശേരി അച്ഛൻ്റെ കൂടെയായിരുന്നു നമ്മൾ ഒപ്പം വായിക്കുക അല്ലേ? വളരെ സന്തോഷമായിരുന്നു. എനിക്ക് ഒത്തിരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം അല്ലേ, ഒരു പഴയ തലമുറയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഒത്തിരി നല്ല നൊസ്റ്റി എന്നൊക്കെ പറയും അല്ലേ, നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദിവസം പാടത്തെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും പിന്നെ തന്നുമ്മ നഷ്ടപ്പെടാത്ത ഒരിക്കലും നഷ്ടപ്പെടാത്ത അർത്ഥപൂർണമായ വരികളുള്ള സംഗീതമുള്ള ഭജനവും ഒക്കെ കേട്ടു. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, ശാലം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് അച്ഛാ. നമുക്ക് അച്ഛൻ്റെ ഒരു ഭജനോട് കൂടെ തന്നെ നമുക്കിത് അല്ലേ വൈൻഡപ്പ് ചെയ്യാം. Pag sa sada pagari sa sarigariga baga bada bada sa sada pada baga pagari gari sada ri sa இறைவாவுன் அருகினிலே அன்பாய் அமர்ந்திடுவே, இறைவாவுன் அருகினிலே அன்பாய் அமர்ந்திடுவே, உன் கைகளிலே என் பெயர் கண்டு மகிழ்ந்து ஆர்ப்பரிப்பே, உன் கைகளிலே என் பெயர் கண்டு மகிழ்ந்து ஆர்ப்பரிப்பே, இறைவா
தோள்களிலே என்னை கண்டு மகிழ்ந்து ஆர்ப்பரிப்பே. உன் தோள்களிலே என்னை கண்டு மகிழ்ந்து ஆர்ப்பரிப்பே. உன் இதயத்திலே என் முகம் கண்டு மகிழ்ந்து ஆர்ப்பரிப்பே. உன் இதயத்திலே என் முகம் கண்டு மகிழ்ந்து ஆர்ப்பரிப்பே. இறைவாவும் அருகினிலே அன்பாய் அமர்ந்திடுவே. உன் கைகளிலே என் பேர் கண்டு மகிழ்ந்து ஆர்ப்பரிப்பே. ககரி சரி ககரி சரி கரி சரி சரி க பகரி சரி க பகரி சரி கரி சரி கரி க பக பத பத சதா பக தபக க ப க ப ப த த ப த சத த பக த பத க த பகரி சரி க ப ப த பத சத சரி சகரி சத சரி ச தபத சதா பகரி சரி கரி கரி சரி சரி சகரி க சரி சரி கரி க பக பத ப க பத பத சரி கரி க சாரி தாச பாத் சரி க சாத ப கரி சரி. இறைவாவுன் அருகினிலே அன்பாய் அமர்ந்திடுவே. இறைவா துதிகள் பாடிடாம் ஆராதிச்சிடாம் യേശുനാഥനെ ആരാധിച്ചിടാം. തുതികൾ പാടിടാം ആരാധിച്ചിടാം യേശുനാഥനെ ആരാധിച്ചിടാം. കരങ്ങൾ കൂപ്പിടാം താണു വണങ്ങിടാം യേശുനാഥനെ ആരാധിച്ചിടാം. തുതികൾ പാടിടാം. അപ്പത്തിൻ രൂപത്തിൽ അൾത്താരയിൽ വാഴും ദിവ്യകാരുണ്യനാഥ. അപ്പത്തിൻ രൂപത്തിൽ അൾത്താരയിൽ വാഴും ദിവ്യകാരുണ്യനാഥ. നിന്നെ വാഴ്ത്തിയിടാം നിന്നെ പുകഴ്ത്തിയിടാം നിന്റെ നാമം ഘോഷിച്ചിടാം. നിന്നെ വാഴ്ത്തിയിടാം നിന്നെ പുകഴ്ത്തിയിടാം നിന്റെ നാമം ഘോഷിച്ചിടാം. നിന്റെ നാമം ഘോഷിച്ചിടാം. ഇறைவாவும் അരികിനിலே അൻപായി അമർന്നിടുവേ. ഉൻ കൈകളിലെ എൻ പേർ കണ്ട് മகிழ்ந்து ആർപ്പരിപ്പേ. ഇறைவா മേരി കുമാര ഭുവനേശ്വര വന്ദനം വന്ദനം സർവേശ്വര. 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 മേരി കുമാര ഭുവനേശ്വര വന്ദനം വന്ദനം സർവേ